അമേരിക്ക പറഞ്ഞത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇറാനിൽ കയറി കൃത്യമായ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ 3 ആണവായുധ കേന്ദ്രങ്ങളാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഈ 3 ആണവായുധ കേന്ദ്രങ്ങളും ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇറാൻ്റെ പ്രതികരണം ലോകത്ത് അശാന്തി ഉണ്ടാക്കുന്നതായിരിക്കുമോ? A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയത്. അതായത് ഫോർദോ, അതുപോലെ തന്നെ നദാൻസ്, ഇസ്ഫഹാൻ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി ലോകത്തോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു തന്ത്രത്തെ നമ്മൾ മുന്നിൽ കാണണം. കാരണം 2 ആഴ്ച ഞങ്ങൾ സമയം കൊടുക്കുന്നു, അതിനുള്ളിൽ ഇറാൻ ഒരു സമാധാന പ്രക്രിയയിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ അവരുടെ ആണവായുധങ്ങളൊക്കെ നശിപ്പിക്കുന്നു, ഇസ്രായേലിൻ്റെ അടുത്ത് മാപ്പ് പറയണം, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? പസഫിക് മേഖലയിലെ ഗ്വാ എന്ന് പറയുന്ന മേഖലയിലേക്ക് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ 4 ദിവസമായി മുമ്പ് തന്നെ എത്തും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അവിടെ നിന്നാണ് ഈ വിമാനങ്ങൾ പറന്നുയർന്നത്. അങ്ങനെ 6 B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഞങ്ങൾ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കാനായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവിടെ ആക്രമണം നടത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു ചരിത്ര നിമിഷം പിറന്നിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ചരിത്ര നിമിഷമാണ്. അപ്പോൾ കുറേ നാളായി കാത്തിരുന്ന രീതിയിലൊരു അറ്റാക്ക് നടത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത്തരത്തിലൊരു ആക്രമണത്തിലൂടെ ഇറാൻ്റെ ആണവ ശക്തി, ഇറാൻ്റെ ആണവ ഗവേഷണ പദ്ധതി എല്ലാം തന്നെ തകിടം മറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇസ്രയേലിന് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ കഴിയില്ല. കാരണം ഫോർദോ എന്ന് പറയുന്ന തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രദേശം, കുന്നുകളാൽ മലനിരകളാലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മേഖലയിൽ ഈ പർവ്വതനിരകളുടെ അടിയിലാണ്, ഏതാണ്ട് 250ഓളം മീറ്റർ അടിയിലെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഒരു ആണവ ഗവേഷണ കേന്ദ്രം നിലകൊള്ളുന്നു. ഈ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ വേണം. ഈ രീതിയിലുള്ള GBU-57 ബങ്കർ ബസ്റ്റർ ബോംബറുകളുള്ളത് അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ്. ഇവ വഹിക്കാൻ കപ്പാസിറ്റിയുള്ള വിമാനങ്ങളും അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങൾക്ക് അമേരിക്കയുടെ സഹായം വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? പുലർച്ചെ, ഇന്ത്യൻ സമയമൊക്കെ പറയുന്നത് പുലർച്ചെ, ആ സമയത്ത് അമേരിക്കയുടെ 6 B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ പറന്നു വരുന്നു. എന്നിട്ട് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇതിലൂടെ അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു ആക്രമണം അവർ പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ ഒരു പക്ഷേ 83% സമ്പുഷ്ടീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന യുറേനിയം മറ്റൊരു കേന്ദ്രത്തിലേക്ക് അവർക്ക് മാറ്റാം. കാരണം ഭൂമിക്കടിയിൽ ബങ്കറുകൾ നിർമ്മിച്ച്, തുരങ്ക പാതകൾ നിർമ്മിച്ച് മറ്റ് മേഖലകളുമായി കണക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ഏറെ സങ്കീർണമായ മേഖലകൾ ഈ ഭൂമിക്കടിയിലുണ്ട് എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇസ്ഫഹാനിൽ 2ാമത്തെ തവണയാണ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇറാൻ പ്രതിരോധം തീർത്തിരിക്കാം. അതുകൊണ്ട് തന്നെ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നതിൻ്റെ വ്യക്തമായ കണക്കുകൾ പറയേണ്ടത് ഇറാൻ തന്നെയാണ്. അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ ഈ നടപടിയെ അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം ഡൊണാൾഡ് ട്രംപിന് നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തി. അപ്പം മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് വാതിൽ തുറക്കുകയാണോ എന്നാണ് ഇപ്പം ലോകം സംശയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നത് പോലെ സമാധാനം അകലെയോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഇറാൻ ഏതൊക്കെ തരത്തിൽ ഇനി പ്രതികരിക്കും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ക്ലസ്റ്റർ ബോംബുകൾ വരെ ഇറാൻ ഉപയോഗിച്ചു. അപ്പോൾ ഇറാൻ്റെ ആവനാഴിയിൽ ഇനി ഏതൊക്കെ അമ്പുകളുണ്ട്? റഷ്യയും ചൈനയും ഇറാനോടൊപ്പം നിൽക്കുമോ? ഇതൊക്കെ റഷ്യയും ചൈനയും ഇനി കൂടുതൽ ആയുധങ്ങൾ ഇറാന് നൽകുമോ? അത്തരത്തിൽ ആയുധങ്ങൾ നൽകിയാൽ ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തിയായ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി ഇറാൻ നൽകുമോ? അത് ഇസ്രായേലിനും അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കും തന്നെ വിനാശകരമായ മറുപടി ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. മാത്രമല്ല ഇസ്രായേൽ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്ക നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഞങ്ങൾ അറിയാതെ എന്നാണ് പറയുന്നത്. 20ഓളം B-2 വിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും ഇത്തരം ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. ഇപ്പം ഖമനേയി കഴിഞ്ഞ ദിവസം ഖമനേയി പറഞ്ഞത് എന്താണ്? US കൃത്യമായ നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാകും ഞങ്ങളുടെ നിലപാടുകൾ, ആ രാജ്യം തന്നെ ചിലപ്പോൾ അമേരിക്ക തന്നെ ഇല്ലാതാക്കും എന്ന് വലിയ കോൺഫിഡൻസോടുകൂടി ഇറാൻ പറയുകയാണ്. അപ്പോൾ സിനിജി ഇന്നലെ പറഞ്ഞതുപോലെ ഒരു അമാനുഷികമായ ഒരു രീതിയിലേക്ക്, അതായത് എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഇറാൻ. ആ ശക്തി ആരാണ് എന്നാണ്
ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആണവ കേന്ദ്രത്തിൽ നിന്ന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്ന് പറയുന്നു. കാരണം US-ന്റെ ഈ ഒരു ആക്രമണം ഇറാൻ നേരത്തെ കണ്ടിരുന്നു, പക്ഷേ അത് ഉടനടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. എങ്കിൽ പോലും ഇതൊക്കെ മാറ്റിയിരുന്നു. ഇത് മാറ്റിയ സ്ഥിതിക്ക് ഇനി അത് കണ്ടെത്തി നശിപ്പിക്കാനാണോ അല്ലെങ്കിൽ അമേരിക്കയെ തീർക്കാൻ അണുവായുധം പ്രയോഗിക്കാൻ ഇറാൻ തയ്യാറാകുമോ? ഇറാൻ നമുക്കറിയാം ഒരു മതരാഷ്ട്രമാണ്, മതത്തെ കൂട്ടുപിടിച്ച് ജീവിക്കുന്ന കുറേ നേതാക്കന്മാരാണ് അവിടെയുള്ളത്. ഖമനേയിയൊക്കെ മതം ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് മതഭ്രാന്ത് എടുത്ത് നടക്കുന്ന പരമോന്നത നേതാവാണ്. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? ലോകത്തിൻ്റെ വിനാശമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ അല്ല. അവർക്ക് ജയിക്കണം, ശത്രുക്കളെ പരാജയപ്പെടുത്തുക, ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അണുവായുധം ഉപയോഗിക്കാൻ ഇറാൻ തയ്യാറായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ആശങ്ക ലോകത്തിന് മുഴുവനുണ്ട്. കാരണം ഇന്ത്യയും അത് ബാധിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിന് ഇറാൻ തയ്യാറാകാൻ സാധ്യതയുണ്ടോ? എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമല്ല. കാരണം ഇറാനാണ് ഇനി പറയേണ്ടത് ഞങ്ങൾക്ക് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടോ, ഇത് ഇവർ പറയണം. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രവചനാതീതമായ സ്വഭാവം തുടരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്ന് ഇതിനെ പറയാം. അതുകൊണ്ടാണ് ഈ പസഫിക് മേഖലയെ ഗ്വാമിലേക്ക് ഈ 6 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ വരികയും ആ വിമാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് യാതൊരു സൂചനയും നൽകാതിരിക്കുകയും ചെയ്തത്. പക്ഷേ പെട്ടെന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്നുള്ള രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറയുന്നു, ചരിത്ര നിമിഷം പിറന്നിരിക്കുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കണം. ഇപ്പോഴും നമ്മുടെ സംശയം ഇവർ ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പുറത്തു വരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായും ആണവ കേന്ദ്രം തകർന്നിരിക്കണം. അങ്ങനെ തകർന്നാൽ ആണവ ചോർച്ച ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അധികൃതർ നേരത്തെ തന്നെ പുറത്തുവിട്ട ഒരു വിവരമാണ്. കാരണം അത്തരത്തിലൊരു ആണവ ചോർച്ച ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നത് ലോകത്തിനൊരു വ്യക്തമായ ധാരണയില്ല. പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഇത് ചോർച്ച ഉണ്ടായാൽ എന്ത് സംഭവിക്കും, അതിനെ എങ്ങനെ തടയും, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെയാണ് ജൈവായുധങ്ങൾ, രാസായുധങ്ങൾ, ആണവായുധങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത് എന്ന് ലോകം മൊത്തം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരം ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേൽ നേരെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിലധികം ബോംബുകൾ ചിതറി വീഴുന്നത് പോലെയുള്ള ഒരു അറ്റാക്ക് നടത്തുന്നു. പക്ഷേ യുദ്ധമുണ്ടായി 10-ാം ദിവസം അമേരിക്ക ഇതിനകത്തേക്ക് ഇടപെടുകയും ഇസ്രയേലിന് ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു കൈസഹായം നൽകുകയും ചെയ്തു എന്നാണ് ലോകം വിലയിരുത്തുന്നത്. കാരണം ഇറാൻ ഇപ്പോൾ ഇസ്രയേലിലേക്ക് നടത്തുന്ന ആക്രമണത്തിൻ്റെ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ഫയർ പവർ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ ഇവയുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവരെ സഹായിക്കാൻ ചൈനയുടെ ഭാഗത്തു നിന്ന്, റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ ആയുധ സഹായം എത്തുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും പഴയതുപോലെയുള്ള മിസൈലുകളുടെ ആക്രമണം അല്ലെങ്കിൽ പഴയതുപോലെയുള്ള ബോംബുകളുടെയും ഡ്രോണുകളുടെയും ഒന്നും ആക്രമണം ഇപ്പോൾ ഇറാൻ തുടരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു. കാരണം അവരുടെ ആവനാഴിയിലെ ആയുധങ്ങൾ കുറഞ്ഞു വന്നാൽ വലിയ ആശങ്ക സൃഷ്ടിക്കും. ഇവിടെ ഡൊണാൾഡ് ട്രംപ് B-2 ബോംബറുകൾ ഉപയോഗിച്ച് 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഫോർദോ, ഇസ്ഫഹാൻ, അതുപോലെ തന്നെ നദാൻസ് ഞങ്ങൾ ആക്രമണം നടത്തിയെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിലൂടെ ആണവ ചോർച്ച ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇറാൻ നന്നായി ഭയന്നിട്ടുണ്ട്. അയത്തുള്ള അലി ഖമനേയി, IRGC ഇവരൊക്കെ തന്നെ എന്ത് തീരുമാനമെടുക്കുമെന്ന് ലോകം ഉറ്റുനോക്കുമെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ആശങ്കയിലിരിക്കുന്നു. സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതികരണം അറിയണം, ഇസ്രായേലിന്റെ പ്രതികരണം അറിയണം. ഇറാൻ ഇനി എന്താണ് നിലപാട് സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയണം. ഇനി ആക്രമണമാണോ അതോ സമാധാനമാണോ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയണം. അമേരിക്കയെ ഭയന്ന് ഇറാൻ ഇനി സമാധാനത്തിന്റെ പാത പിന്തുടരുമോ എന്നറിയണം. എന്തായാലും ആശങ്കയുണ്ട്. അതിനി വരും മണിക്കൂറുകളിൽ നമുക്കറിയാം.